വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനുമയോധ്യയ്ക്കമ്മാരെഴുന്നള്ളിടിനാൻ. രാമനായവനിയിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശുവഴിഞ്ഞ ഭക്തിയോടെ. പ്രണാമം മഹർഷി. ഐശ്വര്യം ഭവിക്കട്ടെ മഹാരാജൻ, ഐശ്വര്യം ഭവിക്കട്ടെ. മഹർഷി, രാജസഭ കൂടുന്ന സമയമല്ലാതിരുന്നിട്ടും അങ്ങ് എന്തിനാണ് നമ്മെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? മഹാരാജൻ, രാജസഭയിൽ വെച്ച് രാജോചിതമായി സ്വീകരിക്കേണ്ട ഒരതിഥി ഇപ്പോൾ ഇങ്ങോട്ട് വരും. അദ്ദേഹത്തെ സ്വീകരിക്കാൻ സന്നദ്ധനായി നിന്നുകൊള്ളുക. രാജോചിതമായി സ്വീകരിക്കപ്പെടേണ്ട ഒരു അതിഥി? മഹർഷി, അത് രാജനോ ദേവനോ? രാജ്യത്വവും ദേവത്വവും ചേർന്ന രാജർഷിയാണ് സാക്ഷാൽ കൗശികൻ, വിശ്വാമിത്രൻ. മഹർഷി, ക്ഷിപ്രകോപിയായ വിശ്വാമിത്രൻ, എന്തെങ്കിലും അപ്രിയം? അയോധ്യാധിപൻ സൂര്യകുലതിലകം മഹാരാജൻ ദശരഥന് വന്ദനം. സ്വാഗതം മഹാത്മൻ, സ്വാഗതം. അങ്ങയുടെ പാദസ്പർശത്താൽ ഈ അയോധ്യ നഗരം ധന്യമായി. പറയൂ, നാം എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്? ക്ഷത്രിയോചിതമായ ഒരു സഹായം, അത് യാചിച്ചു വന്നതാണ് നാം. യാചനയല്ല, കൽപ്പനയാണ്. കൽപ്പിച്ചാലും നോമും ഈ അയോധ്യയും നമ്മുടെ അജയ്യമായ സൈന്യവും അങ്ങയുടെ വിളിപ്പുറത്തുണ്ട്. കൽപ്പിച്ചാലും. രാജാ ദശരഥനെയോ അങ്ങയുടെ സൈന്യത്തെയോ നാം ആശിക്കുന്നില്ല. നവതാരുണ്യം തേടുന്ന അങ്ങയുടെ പുത്രന്മാരെയാണ് നാം ആവശ്യപ്പെടുന്നത്. മഹർഷി, നമ്മുടെ പുത്രന്മാർ ബാലകന്മാരാണ്. അവരെ കൊണ്ട് അങ്ങേക്ക് എന്താ ആവശ്യം? നമ്മുടെ യാഗരക്ഷ, പിതൃക്കളെയും ദേവന്മാരെയും ധ്യാനിച്ച് നാം ചെയ്യുന്ന യാഗത്തിന് ചില രാക്ഷസന്മാർ വിഘാതമുണ്ടാക്കുന്നു. യാഗകുണ്ടത്തിൽ മാംസവും മലവും വലിച്ചെറിയുന്നു. അവരെ അമർത്തി നമ്മുടെ യാഗം രക്ഷിക്കണം. അതിന് അങ്ങയുടെ പുത്രന്മാരെ, രാമലക്ഷ്മണന്മാരെ നമ്മോടൊപ്പം അയക്കുക. മഹർഷി, ഞാൻ അങ്ങ് വിശ്രമിച്ചോളൂ. അർഘ്യവാദ്യങ്ങൾ നമുക്ക് ആവശ്യമില്ല മഹാരാജൻ. കുമാരന്മാരെയാണ് വേണ്ടത്. മനസ്സാണെങ്കിൽ പറയൂ, നാം വിശ്രമിക്കാം. അങ്ങ് വിശ്രമിച്ചാലും. മഹർഷി, നാം എന്തു മറുപടിയാണ് പറയേണ്ടത്? ലോകം കണ്ടിട്ടില്ലാത്ത കുമാരന്മാരാണവർ. രാക്ഷസ നിഗ്രഹത്തിന് അവർ പ്രാപ്തരല്ല മഹർഷി. ഞാൻ അതെങ്ങനെ വിശ്വാമിത്ര മഹർഷി ബോധ്യപ്പെടുത്തും? ആശങ്ക വേണ്ട മഹാരാജൻ. രാമലക്ഷ്മണന്മാർ സാധാരണ മനുഷ്യരല്ല. രാക്ഷസ നിഗ്രഹം അവരുടെ ജന്മ ദൗത്യമാണ്. വേറെയും ദേവകാര്യങ്ങളുണ്ട് ഈ യാത്രയിൽ. മഹർഷിക്കൊപ്പം അവരെ അങ്ങക്ക് ധൈര്യമായി അയക്കാം. എങ്കിൽ ഞാൻ അവരെ അയക്കാം മഹർഷി. ആരവിടെ? രാമലക്ഷ്മണന്മാരെ ചാപബാണ തുണീരങ്ങൾ ധരിപ്പിച്ച് കൊണ്ടുവരൂ. മഹർഷി, അങ്ങയുടെ യാഗം രക്ഷിക്കാൻ നമ്മുടെ പുത്രന്മാർ പ്രാപ്തരാണെന്ന് അങ്ങേക്കുറപ്പുണ്ടെങ്കിൽ അത് സത്യമായി ഭവിക്കട്ടെ. രാമലക്ഷ്മണന്മാർ അങ്ങേക്കൊപ്പം വരും. ഇതാ രാജർഷി വിശ്വാമിത്രൻ, നമസ്കരിച്ചുകൊള്ളൂ. മംഗളം ഭവിക്കട്ടെ. സിദ്ധികൾ ജന്മസിദ്ധവും കർമ്മബദ്ധവുമാണ്. അത് തിരിച്ചറിയാനും കുട്ടികൾക്ക്
അവരുടെ സിദ്ധികൾ വിനിയോഗിക്കാൻ അവസരമൊരുക്കിക്കൊടുക്കാനും മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വ്യക്തികൾ ഗൃഹദീപങ്ങളല്ല, വിശ്വദീപങ്ങളായി മാറണം. മുതിർന്നവർ അതിന് വഴി കാണിക്കണം.